മുറിച്ച സവാള ഫ്രിഡ്ജിൽ വെക്കാറുണ്ടോ? സവാള വിഷമായി മാറുമെന്ന് പറയുന്നത് സത്യമോ? ഭൂരിഭാഗം കറികൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് സവാള. വെജിറ്റേറിയൻ വിഭവമായാലും നോൺ വെജിറ്റേറിയൻ വിഭവമായാലും അതിൽ സവാള പ്രധാനമാണ്. പച്ചക്കറികളും മാംസാദികളും അരിഞ്ഞ് വൃത്തിയാക്കുന്നത് ശ്രമകരവും സമയം കളയുന്ന ജോലിയുമായതുകൊണ്ട് സമയം ലാഭിക്കാനായി പല ആളുകളും ഇവയെല്ലാം തലേ ദിവസം അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ സവാളയും അരിഞ്ഞ് വെക്കാറുണ്ട്. എന്നാൽ അരിഞ്ഞും മുറിച്ചുമെല്ലാം സവാള ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് അതിവിഷമായി മാറാൻ ഇടയാക്കുമെന്നുള്ള പ്രചരണം പലപ്പോഴും കേൾക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? സവാള എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. എന്നാൽ സവാള ശരിയായ രീതിയിലല്ല സൂക്ഷിക്കുന്നതെങ്കിൽ അവയിൽ ബാക്ടീരിയകൾ വളരാനും സവാളയുടെ ഗുണം കുറയാനും കാരണമാകാറുണ്ട്. ഒരിക്കലും സവാള അരിഞ്ഞതും മുറിച്ചതും തുറന്ന് ഫ്രിഡ്ജിൽ വെക്കരുത്. അരിഞ്ഞ സവാള ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ബോക്സിൽ അടച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. സവാളയിലെ ഈർപ്പം കാരണം പൂപ്പൽ ഉണ്ടാകാതിരിക്കാൻ പാത്രത്തിനടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അധികമുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നു. അതുപോലെ സവാള മുറിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ദീർഘനേരം പുറത്തിരുന്നാൽ അതിൽ ബാക്ടീരിയകൾ വളരാൻ കാരണമാകും. ചില ആളുകൾ സവാള മുറിച്ച ശേഷം അതിന്റെ ബാക്കി വരുന്ന കഷ്ണം ഫ്രിഡ്ജിൽ തുറന്നു വെക്കാറുണ്ട്. അങ്ങനെ തുറന്നു വെക്കുന്നത് ബാക്ടീരിയ വളരാൻ കാരണമാകും. പാത്രത്തിൽ അടച്ചു വെച്ച് മാത്രം മുറിച്ചെടുത്ത സവാള സൂക്ഷിക്കുക. സവാള കൂടുതൽ ദിവസം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ സവാള അരിഞ്ഞ ശേഷം ഒരു പാത്രത്തിൽ നിരത്തിവെച്ച് 1-2 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. ശേഷം ഒരു സിപ്ലോ കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2-3 മാസം കേടുകൂടാതെ സൂക്ഷിക്കാം.